എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 60-ാമത്തെ സർഗത്തില് 15-ാമത്തെ ശ്ലോകത്തിൻ്റെ ബാക്കി ഭാഗം മുതൽ 23-ാമത്തെ ശ്ലോകം വരെ അത്രയും ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ദേവന്മാരാരും വന്നില്ല എന്നുള്ള ദേഷ്യത്തിൽ വിശ്വാമിത്രൻ തൻ്റെ സ്രുവം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൻ്റെ തപസ്സിൻ്റെ ശക്തി കൊണ്ട് ത്രിശങ്കുവിനെ സ്വർഗത്തിലേക്ക് കയറ്റിവിടാനുള്ള അതിനുള്ള ക്രിയകളൊക്കെ ആരംഭിച്ചു എന്നുള്ളതാണ്. നമുക്ക് ശ്ലോകങ്ങൾ നോക്കാം. ഉക്തവാക്യേ മുനൗ തസ്മിൻ സശരീരോ നരേശ്വര ദിവം ജഗാമകാകുത്സ്ഥ മുനീനാം പശ്യതാം തഥാ മുനീനാം പശ്യതാം. അങ്ങനെ മുനിമാരെല്ലാവരും നോക്കി നിൽക്കുമ്പോൾ ഇവിടെ വിശ്വാമിത്രൻ മുഖ്യ യാചകനായിട്ട് നിൽക്കണു. ബാക്കിയുള്ളവരൊക്കെ അവിടെ ഉണ്ട്. അവരെല്ലാവരും നോക്കി നിൽക്കുമ്പോൾ എന്താണ് ത്രിശങ്കുവിന് സംഭവിച്ചത്? ഉക്തവാക്യേ തസ്മിൻ മുനൗ ഉക്തവാക്യേ സതി. ഇപ്രകാരം മുനി പറഞ്ഞു നിർത്തിയപ്പോൾ സശരീര നരേശ്വര, തൻ്റെ ശരീരത്തോടു കൂടിയ ആ നരേശ്വരൻ ത്രിശങ്കു തഥാ മുനീനാം പശ്യത, എല്ലാ മുനിമാരും നോക്കി നിൽക്കേ അല്ലയോ കാകുത്സ്ഥ, ശ്രീരാമനെ വിളിച്ചിട്ട് പറയാണ് ദിവം ജഗാമ. ശതാനന്ദൻ വിശ്വാമിത്രൻ്റെ ആ ഒരു കഴിവിനെ പറ്റിയിട്ട് പ്രഭാവത്തെ പറ്റി വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ത്രിശങ്കുവിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ദേവന്മാരാരും വന്നില്ല എന്ന് കണ്ടപ്പോൾ അതീവ ക്രുദ്ധനായിട്ടുള്ള വിശ്വാമിത്രൻ തൻ്റെ മന്ത്രശക്തി കൊണ്ട് ത്രിശങ്കുവിനെ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. എന്നിട്ട് സ്വർഗലോകം ഗതം ദൃഷ്ട്വാ ത്രിശങ്കും പാകശാസന സഹ സർവൈഃ സുരഗണൈരിദം വചനമബ്രവീത് ത്രിശങ്കോ ഗച്ഛ ഭൂയസ്ത്വം നാസി സ്വർഗകൃതാലയ ഗുരുശാപഹതോ മൂഢ പദഭൂമിമവാക്ഷിരാഹ. അങ്ങനെ സ്വർഗത്തിലേക്ക് എത്തിപ്പെട്ടവനായ ത്രിശങ്കുവിനെ ഇന്ദ്രൻ കാണുകയാണ്. അതാണ് സ്വർഗലോകഗതം ത്രിശങ്കും ദൃഷ്ട്വാ പാകശാസന. സ്വർഗലോകത്തിലേക്ക് എത്തിപ്പെട്ടവനായ, ഇവിടെ നിന്ന് വിശ്വാമിത്രൻ്റെ തപശക്തി കൊണ്ട് മുകളിലേക്ക് കയറിപ്പോയവനായ, ശരീരത്തോടുകൂടി കയറിപ്പോയവനായ ആ ത്രിശങ്കുവിനെ കണ്ടിട്ട് ഇന്ദ്രൻ ഒറ്റയ്ക്കല്ല, സർവൈഹി സുരഗണൈഹി സഹ ഇതം വചനം അബ്രവീത്. മറ്റു ദേവന്മാരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഇന്ദ്രൻ മുമ്പിൽ നിന്നുകൊണ്ട് ത്രിശങ്കുവിനോട് ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഹേ ത്രിശങ്കോ, അല്ലയോ ത്രിശങ്കു മഹാരാജാവേ, ഭൂയഃ ത്വം ഗച്ഛ, താങ്കൾ തിരിച്ചു തന്നെ പൊക്കോളൂ, ഇവിടെ അങ്ങേക്ക് സ്ഥലമില്ല. എന്തുകൊണ്ട്? സ്വർഗകൃതാലയ ന അസി, ത്വം സ്വർഗകൃതാലയ ന അസി, അതായത് അങ്ങയ്ക്ക് ഇവിടെ സ്വർഗത്തിൽ താമസിക്കാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടെന്നാണെങ്കിൽ ഭൂമിയിലെ ശരീരവുമായിട്ട് സ്വർഗത്തിൽ താമസിക്കാൻ പറ്റില്ല. സ്വർഗത്തിൽ താമസിക്കണമെങ്കിൽ ദേവന്മാർക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് അങ്ങ് വേഗം തന്നെ തിരിച്ചു പൊക്കോളൂ. ത്വം സ്വർഗകൃതാലയ ന അസി അതഃ ഭൂയഃ ഗച്ഛ, അതുകൊണ്ട് അങ്ങ് തിരിച്ച് വേഗം പൊയ്ക്കോളൂ. അങ്ങ് ഗുരുശാപഹതനുമാണ്. അതായത് വസിഷ്ഠൻ്റെ മക്കളുടെ ശാപം കൊണ്ട് ഇദ്ദേഹം ഒരു ചണ്ടാളനായി തീർന്നുല്ലോ. അപ്പോൾ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തത് കൊണ്ടാണ് മുനിപുത്രന്മാരൊക്കെ ശപിച്ചത്. അതുകൊണ്ട് വിളിക്കുകയാണ് ഇന്ദ്രൻ മൂഢ എന്ന്. വിഡ്ഢിയായിട്ടുള്ള രാജാവേ, അങ്ങ് ഭൂമിം അവാക്ഷിരാഹ പത, ഭൂമിയിലേക്ക് തിരിച്ചു പോവുക, വെറുതെ അങ്ങോട്ട് തിരിച്ചു പോവുക മാത്രമല്ല, അവാക്ഷിരാഹ എന്ന് പറഞ്ഞാൽ തലകുത്തി തന്നെ അവിടെ പോയിട്ട് വീഴണം. അതായത് എങ്ങനെയാണോ നിൽക്കുന്നത് അതേപോലെയാണ് ഇപ്പോൾ കയറി വന്നത്. പക്ഷെ തിരിച്ചു പോരുന്നത് എങ്ങനെയാണ്? തല താഴത്തേക്കായിട്ടാണ്. എന്നിട്ട് അവിടെ പോയി തല കുത്തി വീണോളൂ എന്നാണ് ശപിക്കണത്. അല്ലെങ്കിൽ ഇന്ദ്രൻ അവിടെ നിന്ന് അങ്ങനെയാണ് പറഞ്ഞയക്കണത്. അങ്ങനെ ഇന്ദ്രൻ പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ഏവമുക്തോ മഹേന്ദ്രേണ ത്രിശങ്കുരപതത് പുനഃ വിക്രോശമാനസ്ത്രാഹീതി വിശ്വാമിത്രം തപോധനം. ഏവമുക്തഃ ത്രിശങ്കുഃ, ഇപ്രകാരം ദേവേന്ദ്രനാൽ, മഹേന്ദ്രേണ ഏവമുക്തഃ ത്രിശങ്കുഃ, മഹേന്ദ്രനാൽ ഇന്ദ്രനാൽ ഇപ്രകാരം പറയപ്പെട്ടവനായിട്ടുള്ള ത്രിശങ്കു എന്ത് ചെയ്തു? താഴത്തേക്ക് വീഴാൻ തുടങ്ങി. പുനഃ അപതത്, താഴത്തേക്ക് വീഴാൻ തുടങ്ങി. സ്വർഗലോകത്ത് നിന്ന് തലകുത്തി താഴത്തേക്ക് വീഴാൻ തുടങ്ങി. അപ്പോൾ വീഴുമ്പോൾ ഉറക്ക കരയായിരുന്നു. വിക്രോശമാനഃ ത്രാഹീതി വിശ്വാമിത്രം തപോധനം വിശ്വാമിത്രം ത്രാഹി ഇതി വിക്രോശമാനഃ ത്രിശങ്കുഃ അപതത്.
വിശ്വാമിത്രനെ വിളിച്ച തപോധനനായിട്ടുള്ള, അതായത് അത്രയ്ക്കധികം ശക്തിയുള്ളത് കൊണ്ടാണല്ലോ വിശ്വാമിത്രൻ ത്രിശങ്കുവിനെ സശരീരിയായിട്ട് സ്വർഗത്തിലേക്ക് കയറ്റിവിട്ടത്. അങ്ങനെയുള്ള ആ വിശ്വാമിത്രനെ തന്നെ ത്രാഹി, അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് വിളിച്ച് നിലവിളിച്ചുകൊണ്ട് താഴത്തേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് ത്രിശങ്കു. ത്രാഹീതി വിക്രോശമാനഹ എന്നുള്ളതിൻ്റെ അർത്ഥം രക്ഷിക്കണേ എന്ന് കരഞ്ഞ് അലറി വിളിച്ചുകൊണ്ടാണ് ത്രിശങ്കു താഴത്തേക്ക് വീണുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുണ്ടായി? നാടകീയമായിട്ടുള്ള രംഗങ്ങളാണ്. തശ്രുത്വാ വചനം തസ്യ ക്രോശമാനസ്യ കൗശിക രോഷമാഹാരയത്തീവ്രം തിഷ്ഠതിഷ്ഠേതി ചബ്രവീത്. തത് വചനം ശ്രുത്വ ക്രോശമാനസ്യ തസ്യ തദ് വചനം ശ്രുത്വ. ഇങ്ങനെ നിലവിളിച്ചു വരുന്നവനായിട്ടുള്ള ആ ത്രിശങ്കുവിൻ്റെ വാക്കുകൾ കേട്ടിട്ട്, രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരഞ്ഞു വരണതായിട്ട് കേട്ടിട്ട് ആ കൗശികൻ എന്തു ചെയ്തു? രോഷം ആഹാരയത്, കഠിനമായിട്ട് അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അതായത് ദേവന്മാരാരും വന്നുമില്ല, ഇതിൻ്റെ ഈ യാഗത്തിൻ്റെ ഭാഗം പറ്റിയില്ല. പിന്നെ തൻ്റെ ശക്തിക്കനുസരിച്ച് ഇവിടെ നിന്ന് കയറ്റിവിട്ട ത്രിശങ്കുവിനെ അവിടെ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, തലകുത്തി താഴത്തേക്ക് വീഴട്ടെ എന്ന് ആക്ഷേപിച്ച് പറഞ്ഞയക്കും ചെയ്തു. അതൊക്കെ കൂടി കണ്ടപ്പോൾ ക്രുദ്ധനായിട്ടുള്ള വിശ്വാമിത്രൻ എന്തു ചെയ്തു? ദേഷ്യപ്പെട്ടുകൊണ്ട് വളരെ തീവ്രമായിട്ട് രൂക്ഷമായിട്ട് എന്ത് പറഞ്ഞു? തിഷ്ഠ തിഷ്ഠ ഇതിച്ച അബ്രവീത്, അവിടെ നിൽക്കൂ എന്ന് വളരെ ഉറക്കെ ഇവിടെ നിന്ന് വിളിച്ചു പറയുകയും ചെയ്തു. അതായത് ത്രിശങ്കു സ്വർഗത്തിൽ നിന്ന് പോന്നു, ഭൂമിയിലേക്ക് എത്തിയിട്ടില്ല. ആ സമയത്താണ് അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞ് ത്രിശങ്കുവിനെ പിടിച്ചു നിർത്താനായിട്ട് പുറപ്പെട്ടത്. അപ്പോൾ ഋഷിമധ്യേ സതേജസ്വി പ്രജാപതിരിവാപര സൃജൻ ദക്ഷിണമാർഗസ്ഥാൻ സപ്തർഷീനപരാൻ പുനഃ നക്ഷത്രവംശമപരമസൃജത് ക്രോധമൂർച്ഛിത. ത്രിശങ്കുവിനോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ തന്നെ എന്തൊക്കെയാണ് വിശ്വാമിത്രൻ ചെയ്തതെന്നാണെങ്കിൽ അതാണ് പറയണത്. ഋഷിമധ്യേ, ഋഷിമാരുടെ നടുക്കിൽ നിന്നുകൊണ്ട്, അവിടെയാണല്ലോ യാചകനായിട്ട് അദ്ദേഹം നിന്നത്, അവിടെ ചുറ്റുപാടും അനവധി മഹർഷിമാരുണ്ട്, അവരുടെ നടുക്കിൽ നിന്നുകൊണ്ട് തേജസ്വി അപരഹ പ്രജാപതി ഇവ, തേജസ്വിയായിട്ടുള്ള വിശ്വാമിത്രൻ മറ്റൊരു പ്രജാപതിയെ പോലെ എന്താണ് ചെയ്തത്? ദക്ഷിണമാർഗസ്ഥാൻ അപരാൻ സപ്തർഷീൻ പുനഃ സൃജൻ. ദക്ഷിണമാർഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരായിട്ടുള്ള, ദക്ഷിണമാർഗത്തിൽ സ്ഥിതി ചെയ്യുന്ന, അതായത് ഒരു നക്ഷത്രമണ്ഡലം തന്നെ പുതിയതായിട്ട് ഉണ്ടാക്കി മറ്റൊരു സ്വർഗം കൂടി ഉണ്ടാക്കാനാണ് വിശ്വാമിത്രൻ പുറപ്പെടുന്നത്. അതിനനുസരിച്ചുള്ള മന്ത്രശക്തി അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ദക്ഷിണമാർഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരായ ഒരു കൂട്ടം നക്ഷത്രമാലകളെ പിന്നെയും സൃഷ്ടിക്കാനായിട്ട് പുറപ്പെട്ടു, സപ്തർഷികളെ പിന്നെയും സൃഷ്ടിക്കാനായിട്ട് പുറപ്പെട്ടു. അതാണ് സൃജൻ ദക്ഷിണമാർഗസ്ഥാൻ സപ്തർഷീൻ അപരാൻ. അപരാൻ എന്ന് വെച്ചാൽ അവിടെ ഓൾറെഡി ഉണ്ട് ഒരു സപ്തർഷി നക്ഷത്രങ്ങൾ. അത് പോരാതെ കണ്ട് തൻ്റെ ത്രിശങ്കുവിന് വേണ്ടിയിട്ട്, താൻ ഇവിടെ നിന്ന് സ്വർഗത്തിലേക്ക് പറഞ്ഞയച്ച ത്രിശങ്കുവിന് സഹായകരമാവുന്നതിന് വേണ്ടിയിട്ട് പിന്നെയും കുറേയധികം നക്ഷത്ര വംശങ്ങളെ സൃഷ്ടിച്ചു. അത് ആവർത്തിച്ച് പറയാണ്. നക്ഷത്രവംശം അപരം അസൃജത് ക്രോധമൂർച്ഛിത. ക്രോധം കൊണ്ട് കണ്ണു കാണാതെയായി, അതായത് താൻ പിടിച്ച ആ ഒരു ഭാഗം ജയിക്കണമെന്ന് തന്നെയുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് വിശ്വാമിത്രൻ പിന്നെയും കുറേ നക്ഷത്രമണ്ഡലങ്ങളെയൊക്കെ സൃഷ്ടിച്ചു. ഇനി 22-23 ഭാഗങ്ങളിലൊക്കെ ഏതാണ്ട് ഇതന്നെയാണ് പറയണത്. 2 ശ്ലോകങ്ങളും ചൊല്ലാം. ദക്ഷിണാം ദിശമാസ്ഥായ ഋഷിമധ്യേ മഹായശാഃ സൃഷ്ട്വാ നക്ഷത്രവംശം ച ക്രോധേന കലുഷീകൃത അന്യമിന്ദ്രം കരിഷ്യാമി ലോകോ വാസ്യാദനിന്ദ്രക ദൈവതാന്യപി സക്രോധാത് സ്രഷ്ടും സമുപചക്രമേ. ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് തന്നെ ആവർത്തിച്ചു പറയാണ്. നക്ഷത്രവംശങ്ങളെ ഋഷിമധ്യത്തിൽ നിന്നുകൊണ്ട് ആ വിശ്വാമിത്രൻ പ്രജാപതിയെ പോലെ വിരാജിച്ചുകൊണ്ട് പിന്നെയും നക്ഷത്രവംശങ്ങളെ ക്രോധത്തോടുകൂടി സൃഷ്ടിക്കാൻ പുറപ്പെട്ടു. അതുമാത്രമല്ല, ത്രിശങ്കുവിനെ അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞയച്ചത് ഇന്ദ്രനാണല്ലോ. അങ്ങനെ ഒരു ഇന്ദ്രനെ കൂടി പുതിയതായിട്ട് സൃഷ്ടിക്കാൻ പുറപ്പെട്ടു. അതാണ് അന്യം ഇന്ദ്രം കരിഷ്യാമി ലോകോ വാ സ്യാദ് അനിന്ദ്രക. രണ്ട് അവസ്ഥകളേ ഉള്ളൂ. ഒന്നുകിൽ പുതിയ ഒരു ഇന്ദ്രനെ സൃഷ്ടിക്കുക, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഇന്ദ്രൻ ത്രിശങ്കുവിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ പുതിയതായിട്ട് സൃഷ്ടിക്കുന്ന ഇന്ദ്രലോകത്തിൽ പോയിരിക്കുക. അത്രേ പറ്റുള്ളൂ. അതാണ് ഇവിടെ പറയണത്. ഒന്നുകിൽ അന്യം ഇന്ദ്രം കരിഷ്യാമി, ഞാൻ പുതിയൊരു ഇന്ദ്രനെ സൃഷ്ടിക്കും. അഥവാ അങ്ങനെയല്ലാന്നുണ്ടെങ്കിലോ ലോകഃ അനിന്ദ്രകഃ വാ സ്യാദ്,
ഈ ലോകത്ത് ഇപ്പോൾ ഉള്ള ഇന്ദ്രൻ വേണ്ട, ഇന്ദ്രനെ ഞാൻ ഇല്ലാതെയാക്കുകയോ അല്ലെങ്കിൽ ത്രിശങ്കുവിന് വേണ്ടിയിട്ട് ഈ ഇന്ദ്രനെ അവിടെ കൊണ്ടിരുത്തുകയോ ചെയ്യും. ഇതാണ് വിശ്വാമിത്രൻ പറഞ്ഞത്. മാത്രമല്ല ദൈവതാന്യപി സക്രോധാത് സ്രഷ്ടും സമുപചക്രമേ. എത്ര ദേവന്മാർ സ്വർഗ്ഗലോകത്തുണ്ടോ, ഇന്ദ്രൻ പോരാത്തതിന് വരുണൻ, അഗ്നി, യമൻ, കുബേരൻ തുടങ്ങിയിട്ടുള്ള ദേവന്മാരെയൊക്കെ തന്നെ പുനഃസൃഷ്ടിക്കാൻ വിശ്വാമിത്രൻ പുറപ്പെടുകയാണ്. അത്രയ്ക്ക് ശക്തിയുണ്ട് അദ്ദേഹത്തിന്. അതുകൊണ്ട് ത്രിശങ്കുവിന് സ്വർഗത്തിൽ പോകാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പുതിയൊരു സ്വർഗ്ഗലോകം ത്രിശങ്കുവിനായിട്ട് നിർമ്മിക്കും. അവിടെ പുതിയൊരു ഇന്ദ്രനുണ്ടാവും, മറ്റു ദേവന്മാരൊക്കെ ഉണ്ടാവും. അതൊക്കെ താൻ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വിശ്വാമിത്രൻ വാശിക്ക് പുറപ്പെടുന്നത്. ബാക്കി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. ഉക്തവാക്യേ മുനൗ തസ്മിൻ സശരീരോ നരേശ്വര ദിവം ജഗാമകാകുത്സ്ഥ മുനീനാം പശ്യതാം തദാ സ്വർഗലോകം ഗതം ദൃഷ്ട്വാ ത്രിശങ്കും പാകശാസന സഹ സർവൈः സുരഗണൈരിദം വചനമബ്രവീത് ത്രിശങ്കോ ഗച്ഛ ഭൂയസ്ത്വം നാസി സ്വർഗകൃതാലയ ഗുരുശാപഹതോ മൂഢ പദഭൂമിമവാക്ഷിരാः ഏവമുക്തോ മഹേന്ദ്രേണ ത്രിശങ്കുരപതത് പുനഃ വിക്രോശമാനസ്ത്രാഹീതി വിശ്വാമിത്രം തപോധനം തച്ഛ്രുത്വാ വചനം തസ്യ ക്രോശമാനസ്യ കൗശിക രോഷമാഹാരയത്തീവ്രം തിഷ്ഠതിഷ്ഠേതി ചാബ്രവീത് ഋഷിമധ്യേ സ തേജസ്വീ പ്രജാപതിരിവാപര സൃജൻ ദക്ഷിണമാർഗസ്ഥാൻ സപ്തർഷീനപരാൻ പുനഃ നക്ഷത്രവംശമപരമസൃജത് ക്രോധമൂർച്ഛിത ദക്ഷിണാം ദിശമാസ്ഥായ ഋഷിമധ്യേ മഹായശാഃ ദൃഷ്ട്വാ നക്ഷത്രവംശം ച ക്രോധേന കലുഷീകൃത അന്യമിന്ദ്രം കരിഷ്യാമി ലോകോ വാസ്യാദനിന്ദ്രക ദൈവതാന്യപി സക്രോധാത് സ്രഷ്ടും സമുപചക്രമേ. എല്ലാം ദേഷ്യത്തോടു കൂടിയിട്ട് സൃഷ്ടിക്കാനാണ് പുറപ്പെടുന്നത്. അതായത് വിശ്വാമിത്രൻ തുനിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം ജയിക്കുക തന്നെ ചെയ്യുമെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വസിഷ്ഠനോടൊക്കെ ഉള്ളതായ ഒരു പകപോക്കൽ കൂടിയാണ്. വസിഷ്ഠനാണല്ലോ ഈ ത്രിശങ്കുവിനെ ഇങ്ങനെ വിരൂപിയാക്കിയത്. അതിനൊക്കെയുള്ള ഒരു പകരം വീട്ടലാണ് പുതിയൊരു ഇന്ദ്രലോകം സൃഷ്ടിക്കുക, ഇന്ദ്രനെ സൃഷ്ടിക്കുക, അതോടൊപ്പം തന്നെ ദേവന്മാരെയൊക്കെ സൃഷ്ടിക്കുക. തനിക്ക് അതിനൊക്കെ പറ്റുമെന്നുള്ളത് കാണിച്ചു കൊടുക്കുകയാണ്. ഇനി എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.